ഗൃഹസമ്പർക്ക പരിപാടിക്ക് പെരുമാറ്റച്ചട്ടവുമായി CPM. ജനങ്ങളുമായി തർക്കിക്കരുതെന്നും ജനങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാകണമെന്നും CPM സർക്കുലറിൽ പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെതിരെ ഉചിതമായ സമയത്ത് നടപടിയെടുക്കുമെന്ന് ജനങ്ങളെ അറിയിക്കണം. RSSനും ജമാഅത്തെ ഇസ്ലാമിക്കും എതിരായ വിമർശനങ്ങൾ വിശ്വാസികൾക്കെതിരെയല്ലെന്ന് വ്യക്തമാക്കണമെന്നും പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നൽകിയ സർക്കുലറിലുണ്ട്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് ഇനിയിപ്പോൾ വീട് കയറിയുള്ള ഒരു നീക്കത്തിലേക്കൊക്കെ കടക്കാം, അവരെ പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ പാർട്ടി എത്തുന്നത്. ഇതിപ്പോൾ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. അമൃത, തീർച്ചയായും. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് ജനങ്ങളുമായി നേരിട്ട് കണ്ട് ആശയവിനിമയം നടത്താനും ഗൃഹസന്ദർശന പരിപാടി ഉൾപ്പെടെയുള്ള തിരുത്തൽ നടപടികൾ സ്വീകരിക്കാനും CPMന്റെ നേതൃയോഗങ്ങൾ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം മുതൽ ഗൃഹസന്ദർശന പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. അടിത്തട്ട് മുതൽ നേതാക്കളും പ്രവർത്തകരുമൊക്കെ വീടുകളിൽ ചെന്ന് വീട്ടുകാരുടെ അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായും കേൾക്കുക, അവർക്ക് പല വിഷയങ്ങളിലും സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഉള്ള CPMന്റെ വിശദീകരണം നൽകുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒപ്പം തന്നെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ എന്തായാലും CPM തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി ഗൃഹസന്ദർശന പരിപാടി നടത്തുമ്പോഴുള്ള പെരുമാറ്റച്ചട്ടമാണ് നിലവിൽ സർക്കുലറായി അടിത്തട്ടിൽ CPM നൽകിയിരിക്കുന്നത്. അതിലാണ് ജനങ്ങളെ പൂർണ്ണമായും കേൾക്കണം, ക്ഷമയോടെ ജനങ്ങളെ കേൾക്കണം, ഒപ്പം തന്നെ വീട്ടിന് അകത്ത് കയറിയിരുന്ന് അവരുമായി സംസാരിക്കണം. ഏതെങ്കിലും തരത്തിൽ സംസാരിക്കുന്നതിനിടയിൽ തർക്കിക്കുകയോ തിരിച്ച് ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായി ജനങ്ങളിൽ നിന്ന് അവരുടെ ഒരു പെരുമാറ്റം ഉണ്ടായാൽ പോലും പൂർണ്ണമായും അവരെ കേട്ട ശേഷം മാത്രം മറുപടി നൽകിയാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ എന്തായാലും ഈ സർക്കുലറിൽ ഉള്ളത്. ഒപ്പം തന്നെ ആണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല എന്ന ചോദ്യം ഉയർന്നാൽ ഏത് സമയത്താണോ ആ നടപടി സ്വീകരിക്കേണ്ടത്, തക്ക സമയത്ത് തന്നെ ഉചിതമായ നടപടി ഉണ്ടാകും എന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെയൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല വിഷയം ഒരു ഘടകമായിട്ടില്ല ആ തിരിച്ചടിക്ക് എന്ന് പറയുമ്പോഴും ജനങ്ങൾ ഇത് ചോദിക്കും, വിശ്വാസികൾ ഇത് ചോദിക്കുമെന്നുള്ളൊരു ബോധം പാർട്ടിക്കുണ്ടല്ലേ? തീർച്ചയായും അതുതന്നെയാണ്. അതായത് ആവർത്തിച്ച് CPM വ്യക്തമാക്കിയത് ഈ ശബരിമല വിഷയം UDFും BJPയും പ്രചരണായുധമാക്കി മാറ്റിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ. പക്ഷേ തോൽവിക്ക് അതൊരു കാരണമായി എന്ന് സമ്മതിക്കാൻ CPM ഇതുവരെയും തയ്യാറായിട്ടില്ല. LDF യോഗത്തിന് ശേഷം LDF കൺവീനറുടെ വാർത്താ സമ്മേളനത്തിലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയത് ആയുധമാക്കി, പക്ഷേ അതൊരു തിരിച്ചടിക്ക് കാരണമായതായി വിലയിരുത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു LDFന്റെയും നിലപാട്. എന്തായാലും ഇപ്പോൾ CPM വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ ജനങ്ങളുമായ ആശയ സംവാദം നടത്തുമ്പോൾ, ആശയവിനിമയം നടത്തുമ്പോൾ അക്കാര്യത്തിൽ ഈ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആയിട്ടുണ്ട്. ആ ചോദ്യം സ്വാഭാവികമായും ജനങ്ങളിൽ നിന്ന് ഉയരും. ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടത് എങ്ങനെ എന്നാണ് സർക്കുലറിൽ വിശദീകരിക്കുന്നത്. അതിലാണ് പത്മകുമാറിനെതിരായ നടപടി. ആ നടപടി അത് ഏത് സമയത്താണ്, ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി ഉണ്ടാകും എന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കുറ്റപത്രം സമർപ്പിക്കപ്പെടുമ്പോൾ എന്ത് തരത്തിലുള്ള കുറ്റമാണ് പത്മകുമാർ ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമായാൽ, ആ കുറ്റപത്രത്തിലെ ഭാഗങ്ങൾ കൂടി ലഭ്യമായാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എന്നുള്ള കാര്യമാണ് CPM എന്തായാലും വിശദീകരിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെയാണ് RSS, ജമാഅത്തെ ഇസ്ലാമി സംഘടനകൾക്ക് എതിരായ CPMന്റെ നിലപാട്. അത് ഒരു ഏതെങ്കിലും തരത്തിലുള്ള മതത്തിനെതിരായ നിലപാടല്ല, മുസ്ലിം ന്യൂനപക്ഷത്തിനോ ഒപ്പം തന്നെ ഹിന്ദുക്കൾക്കോ എതിരായ നിലപാടല്ല, അത് രണ്ട് സംഘടനകൾക്ക് എതിരായ നിലപാടാണ് എന്ന് വിശദീകരിക്കാനും ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ, അതായത് വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പരാമർശം, ഒപ്പം തന്നെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിപ്പോയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതൊക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള എതിർപ്പിന് കാരണമായിട്ടുണ്ടോ എന്ന് CPM വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള വിലയിരുത്തലുകൾക്ക് ഒക്കെ മറുപടി പറയാൻ, ഒപ്പം തന്നെ എന്തൊക്കെയാണോ നിലവിൽ ജനങ്ങൾ ഇക്കാര്യത്തിൽ CPM നേതാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് പൂർണ്ണമായും കേട്ട ശേഷം അതിന്റെ പൂർണ്ണമായ മറുപടി നൽകുക. ഒപ്പം തന്നെ ആ കേട്ട കാര്യങ്ങൾ ഉപരി കമ്മിറ്റികളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും അതിനുശേഷം ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം കൂടി സ്വരൂപിച്ച ശേഷം ഒരു തിരുത്തൽ എന്നുള്ളതാണ് CPM എന്തായാലും നിലവിലിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് CPM മുന്നോട്ട് പോകുക നിയമസഭാ തെരഞ്ഞെടുപ്പിന് എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. 15 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഗൃഹസന്ദർശന പരിപാടിയാണ്. അത് CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം നിലവിൽ അടിത്തട്ടിലുള്ള ഇത്തരം ഗൃഹസന്ദർശന പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അതിലേക്കാണ് ഒരു തരത്തിലും ജനങ്ങളെ പ്രകോപിപ്പിക്കരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ സ്വർണ്ണക്കൊള്ളയിലെ നിലപാടും CPM വിശദീകരിക്കും.